എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്നെ തുടച്ചുകളയും, നിന്നെ തൂത്തുകളയും, നിന്നെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുമെന്ന് വെല്ലുവിളിച്ചിട്ടുണ്ടോ? നീ എഴുതി വെച്ചോ. പറഞ്ഞവൻ ഈ ഭൂമുഖത്തുനിന്ന് മാറ്റപ്പെടും. പറഞ്ഞ വാക്കുകൾ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു തമ്പുരാനങ്ങ് കളയും. നീ വാഗ്ദത്തമുള്ളവനാണ് എങ്കിൽ, ഐ റിപ്പീറ്റ് അഗൈൻ, നീ വാഗ്ദത്തമുള്ളവനാണ് എങ്കിൽ നിനക്കെതിരെ വിരൽ ചൂണ്ടിയത്, നിനക്കെതിരെ പറഞ്ഞ വാക്കുകൾ തമ്പുരാൻ അത് തുടച്ചു മാറ്റും. എന്നിട്ട് ദൈവത്തിന്റെ വിശ്വസ്തതയും ദൈവത്തിന്റെ നിയമവും നിന്നിലാക്കിക്കൊണ്ട് നിന്നെ ഒരു അത്ഭുത വിഷയമായി ദൈവത്തിന്റെ സാക്ഷിയായി ദൈവം നിർത്തും. ഇതാ ദൈവത്തിന്റെ വാഗ്ദത്തം എന്ന് പറയുന്നത്. ദാനിയേലേ, നിന്നെ തകർത്ത് കളവാൻ പല രീതികൾ പദ്ധതി നോക്കിയതാ. പക്ഷേ ആ ദാനിയേലിന്റെ പ്രാർത്ഥനയായിരുന്നു ഇവന് ഇഷ്ടമല്ലാത്തത്. ദാനിയേൽ പ്രാർത്ഥനയിൽ പറയുന്ന ഹോവയാം ദൈവത്തിന്റെ നാമത്തെ അവന് ഇഷ്ടമല്ല. പക്ഷേ അവന്റെ നാവിനെ കൊണ്ട് തന്നെ തമ്പുരാൻ പറയിപ്പിച്ചു, യഹോവ തന്നെ ദൈവം. പണ്ടും ഇതുപോലെ മിസ്രൈമിലായിരുന്നപ്പോ ഫറവോ ഒന്ന് ശ്രമിച്ചതാ. ആരടാ യഹോവ എന്ന് ചോദിച്ചവനെ കൊണ്ട് ചെങ്കടലിന്റെ നടുവിൽ വെള്ളങ്ങളെല്ലാം ഇരച്ചു കയറി വന്നപ്പോൾ അവനെ കൊണ്ട് പറയിപ്പിച്ചു, യെസ്, യഹോവ തന്നെ ദൈവം, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, ഓടിക്കോ, രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. പക്ഷെ രക്ഷപ്പെട്ടോ? ഇല്ല, തുടച്ചു കളഞ്ഞു. ദൈവജനത്തെ തൊടാൻ വരുന്നവനെ തമ്പുരാൻ അവന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ തന്റെ പൈതലിനെ ഉള്ളംകരത്തിൽ വഹിച്ചിരിക്കുമ്പോൾ അവനെതിരെ വാളെടുക്കുന്നവൻ, അവനെതിരെ ആമി സ്വത്രം, ഹാലലിയ ഹാലലിയ സ്വത്രം, വാടകൂരുന്നവനെ ഭൂമുഖത്ത് തന്നെ തുടച്ചു കളയുന്ന ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. പുതിയ നിയമസഭയിൽ പോലും ആ നിലയിൽ കാണാൻ കഴിയും. സഭയെ ഉന്മൂലനാശം ചെയ്ത് കളയാം, തകർത്ത് കളയാം, സഭയുടെ ചരിത്രം പോലും ഇല്ലാതാക്കാം. യേശുക്രിസ്തുവിനെ ആമി സ്വത്രം അവർ കൊന്നുകളഞ്ഞു, ഹല്ലേലൂയ, ക്രൂശിൽ യാഗമാക്കി കളഞ്ഞു. ദൈവത്തിന് സ്വത്രം, ക്രൂശിൽ തറച്ചു. ദൈവഹിതമെങ്കിലും അവരുടെ ഇഷ്ടം അതായിരുന്നു. അവർ അങ്ങനെ പീലാത്തോസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അവിടെ കൊണ്ടൊരു യുഗം അവസാനിപ്പിച്ചു എന്ന് തീർന്നു എന്ന് ചിന്തിച്ചപ്പോൾ പത്രോസ് എഴുന്നേൽക്കുക. പത്രോസിനെ ആമി സ്വത്രം ഹാലിൽ പിടിക്കുവാൻ നോക്കിയോ, സ്തേഫാനോസിനെ കിട്ടി. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. ദൈവത്തിന് സ്വത്രം വീണ്ടും ശക്തമായിരിക്കുന്ന ശുശ്രൂഷകളുമായിട്ട് അപ്പോസ്തലന്മാർ ആമി വിവിധ ഇടങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക് പാലായനം ചെയ്തുകൊണ്ട് ആമി സുവിശേഷം അറിയിക്കുക. ഞാൻ പറയും, ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത്, അല്ലെ, ഫ്ലൈറ്റിൽ എന്നല്ല, ഫ്ലൈറ്റ് പോലെ ഫിലിപ്പോസിനെ ദൈവം ശമരിയിൽ നിന്ന് എടുത്തുകൊണ്ട് ഒരൊറ്റ പോകായിരുന്നു. അല്ലേ? എന്തിനു വേണ്ടിയിട്ടാ? ഒരു മന്ത്രിയെ മന്ത്രിയെ ആമി സ്നാനപ്പെടുത്താൻ വേണ്ടിയിട്ട്. ബൈബിളിലെ വചനത്തെയും സുവിശേഷത്തെയും ഉടച്ചു കളയുമെന്ന്, തകർത്ത് കളയുമെന്ന് വെല്ലുവിളിച്ചവനൊക്കെ ഇന്ന് എവിടെ പോയി? അവന്റെ മന്ത്രിയെ തന്നെ പിടിച്ചു, അല്ലേ? മന്ത്രിയെ പിടിച്ച് സ്നാനപ്പെടുത്തി. വരാൻ പോവാ ദൈവമക്കളെ, താമസമൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. വരാൻ പോകുക, കാലഘട്ടം മാറാൻ പോകുക. പ്രാർത്ഥിക്കുന്ന അനേകരിന്ന് ഭരണസിരാകേന്ദ്രങ്ങൾ വരാൻ പോകുക. ദൈവത്തിന് സ്തോത്രം. ഉടച്ചു കളയുമെന്ന് പറഞ്ഞേ ആമി സ്വത്രം, ഹല്ലേലൂയ. അതിന്റെ ഇടയിൽ ചില വാർത്തെടുക്കുന്നവനാ ദൈവം. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നപ്പോഴും സ്വർഗം മൗനമായിരുന്നു എന്ന് പലരും പറഞ്ഞു കാണും. പക്ഷേ ദൈവത്തിന് സ്തോത്രം, ശക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. പൗലോസ് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വേണ്ടിയിട്ട് ആമി മുൻനിരയിൽ നിന്നുകൊണ്ട് നേതൃത്വം കൊടുത്തവനാ. തമ്പുരാൻ പിടിച്ചിട്ട് അവനെ കൊണ്ട് 3 ദിവസം കണ്ണും കാണാൻ മേലാതെ ഇരുന്നിട്ട്, ആ കണ്ണ് കാണാൻ മേലാതെ ഇരുന്നപ്പോൾ തന്നെ അവൻ പറഞ്ഞു, ആമി സ്വത്രം, പ്രാർത്ഥിച്ചപ്പോൾ അവൻ അഭിഷേകത്തെ നിറയപ്പെട്ട് ശക്തനായിരിക്കുന്ന സുവിശേഷകനായി. എങ്ങോട്ടൊക്കെ അയച്ചത്, അല്ലെ? ഓരോ പ്രദേശങ്ങൾ എടുത്തു പഠിക്കണം. യൂറോപ്പ്, അല്ലെ, ഈസ്റ്റേൺ ഭാഗങ്ങള്, എവിടെയല്ല സുവിശേഷം കൊണ്ടുപോയത് ഓരോരുത്തരും. ഇതാ ചരിത്രം. നെബൂഖദ്നേസറിന് അറിയാൻ മേലാത്തൊരു കാര്യമുണ്ട്. വാഗ്ദത്ത സന്തതിയെ തൊട്ടാൽ, അവന്റെ നാമത്തെ നീ മാറ്റാൻ നോക്കിയാൽ, അവന്റെ ചരിത്രത്തെ നീ മാറ്റുമെന്ന് പറഞ്ഞാൽ നിന്നെ തമ്പുരാനങ്ങ് മാറ്റിക്കളയും. ഇതാ ചരിത്രം. ബാബിലോണിയ സംസ്കാരം വലുതാ, പക്ഷേ ഇന്ന് ഭൂമുഖത്തില്ല. ചരിത്രം സൃഷ്ടിക്കാമെന്ന് ചിന്തിച്ചതായ ആമി സ്തോത്രം ഭരണകൂടങ്ങൾ പലതും വന്നു. ഹിറ്റ്ലർ എത്രയോ യഹൂദന്മാരെ കൊന്നുകളഞ്ഞത്. എവിടെ ഹിറ്റ്ലർ ഇപ്പോൾ? ഇന്നും പലയിടങ്ങളിൽ സംഭവിച്ചുകൊണ്ട് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുക. പക്ഷേ ഒരു കാര്യം നിശ്ചയമാണ്, ദൈവമക്കളെ, ദൈവത്തിന്റെ സ്തോത്രം, അഭിഷേകമുള്ള തലമുറയെ തകർക്കാൻ നോക്കുമ്പോഴും സ്വർഗം അടങ്ങിയിരിക്കുമെന്ന് ചിന്തിക്കേണ്ട. ഇപ്പോൾ ഒരു പക്ഷെ മൗനമായിരിക്കും. ദൈവത്തിന്റെ മൗനം നമ്മൾ ഭയക്കണം. ദൈവത്തിന്റെ മൗനം നമ്മൾ ഭയക്കണം. എന്തോ വലിയ പ്രവൃത്തി അവിടെ നിന്ന് അയച്ചിട്ടുണ്ട്. അത് വരാൻ പോകുകയാണ്. അതിന്റെ ലക്ഷണമാ ഒരു മൗനം.